യഥാർത്ഥത്തിൽ താരങ്ങള് അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ? ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ലെന്ന്. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ്. പ്രൊഡ്യൂസർ സാർ, ഞാനങ്ങനെ ഒരു വിമർശനം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിലുണ്ടല്ലോ ഒരു ചോദ്യം ചോദിക്കുന്നു. ആദ്യത്തെ അവസാനത്തെ ഒരുപാട് സീൻ കട്ടായിരുന്നു. അപ്പൊ അത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണോ? അപ്പൊ അത് എന്തെങ്കിലും വിഷമം. മലയാള സിനിമയും താരങ്ങളെ കുറിച്ചുള്ള സബ്ജക്റ്റ് ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ താരങ്ങള് അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ? എന്താണ് അതിന്റെ ഒരു പെർസ്പെക്റ്റീവ്? ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ലെന്ന്. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അവസ്ഥ അല്ല, ബേസിക്കലി ഇപ്പം അതോടനുബന്ധിച്ച് ഇപ്പം ഒരു പ്രൊഡ്യൂസർ, ഇപ്പൊ നമുക്കറിയാം മാർക്ക് പോലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസർ കൂടെയാണ്. അപ്പം എന്താ താരങ്ങള് യഥാർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിന്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പൊ മാർക്കോ നമുക്ക് കണ്ടാ അറിയാം, അതിന്റെ ആ സ്റ്റെയർ കേസ് സീനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിന് ആ സിനിമ അറിയുന്ന ഒരു നടൻ അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. മീൻസ് അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നീട് ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെക്കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണിംഗ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒന്നൊരു പ്രൊഡ്യൂസർ. എൻ്റെ പൈസ, എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് അതിൻ്റെ ഒരു റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത. പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയുന്നു, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, അതെൻ്റെ അവകാശങ്ങളാണ്. എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട്. ഞാൻ നടനും പ്രൊഡ്യൂസറും അതല്ല എൻ്റെ മാത്രമല്ല, എല്ലാവർക്കും. ഐ തിങ്ക് അത് ഐ ഡോണ്ട് ഗോ വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. അത് 0 ബഡ്ജറ്റിലും സിനിമ ചെയ്യാം, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. ഉണ്ണിയോടൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ വിളിക്കാമല്ലോ, നമ്മുടെ വീട്ടിൽ പേരാണ് യശോദ എന്ന മൂവിയില് കോർ ഇതല്ല എങ്കിലും കണ്ടന്റ്, പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് IVF ആയിരുന്നല്ലോ. അപ്പോൾ അതും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. കണക്ഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നു? ഇല്ല മാം, എനിക്ക് ഇപ്പോൾ എടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ജോബ് പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ. യശോദയ്ക്ക് നമ്മൾ വേറെ കൈൻഡ് ഓഫ് സർവീസിങ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്, ശരിയാണ്. പക്ഷേ ഇതൊരു ഗൈനാക് മെയിൻ ഗൈനക്കായിട്ട് ഞാൻ സിനിമയിൽ വന്നത് കറക്റ്റാണ്. പക്ഷെ സിനിമ ഡിസ്കസ് ചെയ്ത് ഇമോഷൻ കൊള്ളിയായിട്ട് പറയാം. രണ്ടിലൊരു സിനിമയുടെ എനിക്ക് എപ്പോഴും തോന്നുന്നു, പക്ഷെ ഒന്നും തോന്നുന്നില്ല. മാർക്ക് ഇറങ്ങിയപ്പോ തിയേറ്ററിൽ ഒരുപാട് സീൻ കട്ടായിരുന്നു. അപ്പൊ അത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണോ? അപ്പൊ അത് എന്തെങ്കിലും വിഷമം. സജീവ് ഒരു പുതിയൊരു പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്തിനും. എന്തായിരുന്നാലും മുടക്കിയ പൈസക്കുള്ള കളർ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞൊരു സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം ഈ പടം എന്താ പറയാ, ഒരു ഫാമിലി പടത്തിന് ഈ ഇടയ്ക്ക് ഒരിക്കലും ഇത്ര കളർഫുൾ ആയിട്ട് മലയാള സിനിമയിൽ ഫാമിലി ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി. ഇത്തരം പാട്ടുകളാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമുക്ക് ഒരുപാട് സാംസ്കാരിക അപ്രിസിയേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഉണ്ണിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. സിനിമ കൂടുതൽ ജനങ്ങളോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാവത്തുള്ളൂ. ഞാനും ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആളാണ് 1 മാസത്തിന്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനുള്ള ഒരു വേദി എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക. പ്രൊഡ്യൂസർ സാർ, ഞാനങ്ങനെ ഒരു വിമർശനം ഞാനങ്ങനെ ഒരു വിമർശനം മറ്റൊരാളുടെ പറഞ്ഞത്. അതായത്
ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒട്ടനവധി തന്നെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തില് ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂവിൽ ഇങ്ങനൊരു വിമർശനം കണ്ടു. ശരിക്കും ആ വിമർശനവും ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് പറഞ്ഞൊരു ഉള്ളി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമുണ്ട്. അച്ഛൻ, അമ്മ, കുടുംബം, ഈ ഒരു വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. അതുള്ളവർക്ക് ഈ പടം മറക്കാവും. ഇപ്പൊ ഞാന് ഈ സമയത്ത് ഞാൻ ലാൽസാറിനോട് അവരുടെ തിരക്കുകളിലൂടെ കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും എന്നെ 8 മണിക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അവരുള്ളപ്പോഴേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റും. അപ്പൊ ആ വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും, അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, ബാക്കിയുള്ളവരെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കുള്ളൂ. ഉണ്ണിമുകുന്ദൻ പണ്ടും ഇന്നും കഴിഞ്ഞ ഇടയ്ക്ക് പോലും, അതായത് പെട്ടെന്ന് ഒരു വിമർശനം അല്ലെങ്കിൽ പ്രകോപിതനാകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ണി മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രശ്നങ്ങൾ പേടിയുണ്ടോ? എനിക്ക് പേഴ്സണൽ ചോദ്യമാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നം, പേടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം, സസ്പെൻസ് ആയിട്ട് കിട്ടും. പേടി ഉള്ളത് കൊണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ വീഡിയോ ശരിക്കും ഉണ്ണിമുകുന്ദന്റെ കമ്പനി റിമൂവ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് തോന്നാണ്. എനിക്ക് പേടിയുണ്ടെങ്കിൽ പേടിയില്ല, പേടിയില്ലെന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല. ഒരു പക്ഷേ ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ ഒരു അപ്രിസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടനാണെന്ന് അറിയത്തില്ലായിരിക്കും. കാരണം ബിക്കോസ് അന്ന് മാർക്കോ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രത്തോളം സ്പെഷ്യലാണ് ഈ ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് ഒന്ന് റിവാൻഡ് ചെയ്ത് ചിന്തിച്ചു നോക്കുന്നു. ഗെറ്റ് സെറ്റ് ബേബി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് വിനയ് ഗോവിന്ദനോട് തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാനിരുന്നതായിരുന്നു. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത്. ഉണ്ണിയുടെ കൂടെയും ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല, ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറിപ്പോയിരുന്നു. അപ്പം ഫസ്റ്റ് ടൈം ആണ് ഒരു സിനിമ വന്ന് എല്ലാം കറക്റ്റായിട്ട് വന്നത്. സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഉണ്ണി മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു. ആ റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നതിന് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ 6ാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങൾ പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടായിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ, അതൊരു സംശയമില്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ട് വരില്ലേ? അതൊരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ആയിട്ട് സിനിമനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബ്രദർ, ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല. ലൈക്ക് നിങ്ങൾ ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഗെറ്റ് സെറ്റ് ബേബി കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത്. റിലീസ് നേരത്തെ ആയി പോയതേ ഉള്ളൂ. അതൊരു ടെക്നിക്കൽ റീസണാണ്. നമുക്ക് അങ്ങനെ ആയിപ്പോയി, അതും പ്ലാൻഡ് അല്ല. നെക്സ്റ്റ് 1-2 പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് മാർക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുമില്ല, പ്രൊഫഷണൽ തീരുമാനങ്ങളുമില്ല. ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ. ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട്.
ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ബിക്കോസ് അത് ഗെറ്റ്സ് എ ബേബിയിലുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നല്ലൊരു സ്ട്രെസ്സാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത സിനിമ ഏതാണ്, ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യുക, ഞാനൊരു സ്ഥലത്ത് പോലും മാർക്കോസ് പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല. ആ സിനിമ മെറിറ്റിൽ സഞ്ചരിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് ട്രാവൽ ചെയ്യും. ലെറ്റ്സ് എ ബേബി ഇസ് എ ബിഗ് കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. പക്ഷെ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ റീമേക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ ലെറ്റ്സ് എ ബേബി എന്നൊരു മലയാളം സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി. ബിക്കോസ് ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ IVF സർവീസി ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആവില്ല. ഈ സിനിമ ഈ സ്റ്റൈലിൽ വേറെ എവിടെയും വന്നിട്ടില്ല. ദാറ്റ്സ് വൈ ദ മൂവി വാസ് റിലീസ്ഡ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ്. ഒരു എന്താ പറയുക, ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല. അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷെരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്കാണ് കൂടെ വന്നപ്പോൾ ഷെരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താലേ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രിസിയേഷൻ നമുക്ക് കിട്ടും. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും, സജീവനും കൃത്യമായിട്ട് അറിയാം, ഇറ്റ്സ് എ റിസ്കി ബിസിനസ്, ഗാമ്പിൾ ബിസിനസ്. ഇതിൽ ഒരാളും ആരോടും മുടക്കിയ പൈസ ഓൺ ദ ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ്. അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ്. സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഈ പടത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും, എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ്. നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്ന് പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവിന് തന്നെ ഒരുപാട് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു, പേടിച്ച് പോകുന്നു, അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. ബട്ട് ഇതൊരു മൂവി ബിസിനസ്സാണ്. ഒരു സ്ഥലത്തും ഒരു ഗ്യാരണ്ടീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാണില്ല. നിങ്ങൾക്ക് എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി. പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ്. അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയും കേരളത്തിൽ എവിടെ ഉണ്ടാകാൻ പാടില്ല. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു. ദീസ് ഡേയ്സ് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ. ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി. ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കോലി വന്ന് പീക്ക് ഓഫ് ദ ഷൂട്ട് 342 ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ. ജൂനിയർ ആർട്ടിസ്റ്റും ഇല്ലാണ്ട് ചേർത്ത് അവർ എൻ്റെ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്ലാനൊന്നുമില്ല, പക്ഷെ ഡിസ്കഷൻസ് ഉണ്ട് എല്ലാത്തിനും. ഞാൻ തീരുമാനിക്കും. ഇപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്യാൻ ബാക്കിയാണ്. ഫിനിഷ്യലി ഡെഫിനറ്റ്ലി ഹിന്ദി സിനിമയിൽ ഉദ്ദേശമാണ് ചെയ്തു. താങ്ക് യു. ഒരു കാര്യം കൂടി, നിങ്ങളെല്ലാവരും ഇതുവരെ വന്നു ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ ഞങ്ങൾ പറഞ്ഞു പറ്റുന്ന പോലെ. നമ്മളെല്ലാവരും ഗെറ്റ്സ് എ ബേബി എന്ന സിനിമ ഒന്ന് പോയി കാണണം. കണ്ടിട്ട് ഷെയർ യുവർ ഫീഡ്ബാക്ക്. ബിക്കോസ് ഈ പ്രസ് മീറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയായിരുന്നു ഈ സിനിമ എന്താണെന്ന് ഫാമിലീസിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നാണ് നമ്മൾ വിചാരിച്ചത്.
അപ്പോൾ അത് ഈ മെസ്സേജ് ഒന്ന് കൃത്യമായിട്ട് എത്തിക്കും. ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. യു വാച്ചിങ് വിത്ത് ഫാമിലി ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ. അത് യെസ് യെസ്, താങ്ക് യു സോ മച്ച്.